സത്യസന്ധത. അയ്യോ അത് താഴത്തേക്ക് ഞാനവിടെ സത്യസന്ധത സാധനം തൊട്ടുണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാം അവളുടെ ഒരു ഗെയിമായിട്ടാണ് ഈ 100. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് ചെയ്ത് എനിക്ക് തന്നെ മടുത്തൊരു വിഷയം. ഞാൻ എൻ്റെ വീഡിയോൻ്റെ താഴെ വരുന്ന കമൻറ്റുകളൊന്നും എല്ലാം ശ്രദ്ധിക്കലില്ല. ഇന്നലെ ഒരു കമൻറ്റ് കണ്ടു. എൻ്റെ അമ്മ അതൊരു എസ്സേ പോലുള്ള കമൻറ്റാണ്. അത് ഫുള്ള് ഞാനിരുന്ന് വായിച്ചു. അതിനി കോപ്പി പേസ്റ്റ് ആണോ അല്ലെങ്കിൽ ഇനി ഒരാൾ സ്വന്തം എഫോർട്ട് എടുത്ത് ടൈപ്പ് ചെയ്താണോ എന്നറിയില്ല. ഞാൻ ആ സാധനം ഫുള്ള് വായിച്ചു. ആൻഡ് അതിൻ്റെ ഇടയിൽ 3-4 കമൻറ്റുകൾ ഞാനും കണ്ടു. അനീഷ് അല്ലെങ്കിൽ അനുമോൾ ലവ് ട്രാക്ക് അവിടെ തീർന്നു, നിങ്ങൾക്കിത് ഡിസ്കസ് ചെയ്യാൻ നാണമില്ലേ, നിങ്ങൾ എന്തിനാണ് ഈ ഒരു കാര്യം വീണ്ടും വീണ്ടും ഡിസ്കസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, എൻ്റെ പൊന്നു മക്കളെ, ഞങ്ങളല്ല ഇത് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്വന്തം അനുമോളാണ്, നിങ്ങളുടെ സ്വന്തം അനുമോളാണ് ബിഗ് ബോസ് ഹൗസിൽ വീണ്ടും ഇതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അവസാനമല്ല, ഇതിനൊരു അന്ത്യമല്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ലാലേട്ടൻ വന്നു, സംസാരം ഡിസ്കസ് ചെയ്തു, ശനിയാഴ്ച ആ ടോപ്പിക്ക് ക്ലോസ് ചെയ്തിട്ട് ഇന്നലെ ഞായറാഴ്ചയും ഇതേ വിഷയം ഈ പെർട്ടിക്കുലർ പെൺകുട്ടി ഇരുന്ന് സംസാരിക്കുക. എന്തിനു വേണ്ടിയിട്ട്? കണ്ടന്റിന് വേണ്ടിയിട്ടോ? ഞാൻ എൻ്റെ 3 വീഡിയോയിലും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, അനുമോൾ അനീഷിനെ ബ്രദറായിട്ട് തന്നെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി കാണിച്ച കുറേ ആക്ഷൻസ് ആണ്. അനീഷിന് ഇമോഷൻ വെച്ച് കണ്ടത് കൊണ്ട് തന്നെ അനുമോൾക്ക് ഇഷ്ടമുണ്ട് എന്ന് തോന്നി. എന്തോ ആയിക്കോട്ടെ, അനീഷ് പറഞ്ഞു, അനു റിജക്റ്റ് ചെയ്തു, ആ ടോപ്പിക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. വീണ്ടും ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ഇതിൽ നിന്ന് എന്താ കിട്ടുന്നത് എന്ന് എനിക്കറിയില്ല. നിങ്ങൾ അനുമോൾ ഫാൻസ് ഒന്ന് ഇതിന് താഴെ കമൻ്റ് ഇടും. സോ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നമുക്ക് ആ ചർച്ചയൊന്ന് ഇരുന്ന് കാണാം. നല്ല ബുദ്ധിയിൽ ആദിലും നൂറയും വളരെ വ്യക്തമായിട്ട് അനുവിൻ്റെ അടുത്ത് എപ്പോൾ അനു ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിലും പറയുന്നുണ്ട്, നീ ഇത് ഓവർ ഡിസ്കസ് ചെയ്യണ്ട, നീ ഈ വിഷയം ഓവർ പറയണ്ട, കാരണം അത് ഫണ്ണായിട്ടാണ് പോയിട്ടുള്ളത്, ഇത് പറയാനും കേൾക്കാനും ഉള്ളൊരു സ്പേസ് നീ ഇട്ട് കൊടുക്കണ്ട എന്ന് പല ഭാഷയിലും അനുവിൻ്റെ അടുത്ത് കൺവേ ചെയ്യുന്നുണ്ടെങ്കിൽ അനു എന്തിനാ പുറത്തു പോകുന്നതിനെ പറ്റി പറഞ്ഞ് പേടിക്കുന്നേ? അനുവിന് അനീഷിന് ഇഷ്ടം ഉണ്ടായിരുന്നില്ലല്ലോ. അനു എന്ന് പറയുന്ന വ്യക്തി അനീഷിനെ ബ്രദറായിട്ടാണല്ലോ കണ്ടത്. പിന്നെ അനുവിന് എന്തിനാ പേടി? അനു എന്തേ കള്ളത്തരം ചെയ്തോ? അല്ലെ അനുവിന് തന്നെ തോന്നിയോ അനു ഹോപ്പ് കൊടുത്തു എന്ന്? ഇത്രയേ ഉള്ളൂ. അനു അനീഷിൻ്റെ അടുത്ത് കളിച്ച കാര്യങ്ങളെല്ലാം പുറത്ത് ടെലികാസ്റ്റ് ചെയ്തെങ്കിൽ അത് അനുവിന് നെഗറ്റീവ് വരും എന്നൊരു സാധനം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ഈ ലോകത്ത് ആദ്യമായി പ്രപ്പോസ് ചെയ്യുന്ന അനീഷാണോ? എത്രയോ പേര് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവും. ഈ പ്രപ്പോസ് ചെയ്ത എല്ലാവരും അനുമോൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? എല്ലാവരും റിജക്റ്റ് ചെയ്തിട്ടില്ലേ? ദെൻ വൈ ഇതിൽ ഇത്രമാത്രം പേടി? ഇതിലും വലിയ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് അതിൻ്റെ ബ്രേക്കപ്പ് കടന്നു പോയ ആളാണ്. ഇതിലും വലിയ ഒരാളെ ഫ്രണ്ടായിട്ട് കൂടെ നടത്തിയിട്ട് അതിൻ്റെ പേരിൽ ഒരുപാട് കമൻറ്റ് നിങ്ങൾ കപ്പിൾസാണെന്നും ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതൊക്കെ പുഷ്പ പോലെ ഫേസ് ചെയ്ത ഒരു അനുവിന് ഈ ഒരു സാധനം പറയുന്നുണ്ടെങ്കിൽ 100% ഇയാൾ കണ്ടൻറ് ഇട്ട് കൊടുക്കുകയാണ്. സ്വന്തം ലൈഫ് വെച്ചാൽ കണ്ടൻറ് ഇടുന്നതെന്നുള്ളൊരു ബോധം വേണം. എന്ന് വെച്ചാൽ 7 ദിവസം കൂടെ കഴിഞ്ഞാൽ ബിഗ് ബോസ് അവിടെ തീർന്നു. അത് വെച്ചാൽ കളിക്കുന്നതെന്നും കൂടെ ഓർത്തോ. പക്ഷെ പുള്ളി നീ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പുള്ളി എന്താ പറഞ്ഞത് അത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല. അതായത് പുള്ളിക്കൊരു സ്റ്റില്ലൊരു ഇഷ്ടമുണ്ട് എന്ന രീതിക്ക്. എങ്ങനെ എക്സാമിന് ഇനിയിപ്പം ഞാൻ ചോദിക്കാം, ഇനി ഇതിനെപ്പറ്റി സംസാരിക്കരുതേ, വെറുതെ നമുക്കത് കാണിക്കുമ്പോൾ മനസ്സിലാൻ വെറുതെ പറഞ്ഞാൽ പുള്ളി നിന്നോടൊരു വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് തേങ്ങയാണ് അനുമോൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ബിഗ്ഗസ്റ്റ് കോക്കനട്ട്. ആ ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സൈഡിൽ നിന്ന് അനുമോളോട് ഓവർ അറ്റാച്ച്മെൻറ്റോ ഒരു ഓവർ കെയറോ ഒരു ഓവർ കൺസിഡറേഷനോ എനിക്ക് സീരിയസ്ലി ഫീൽ ചെയ്തിട്ടില്ല. അന്നത്തെ ദിവസം തന്നെയാണ് ഈ ജയിൽ നോമിനേഷനിൽ വന്ന സമയത്ത് അനീഷ് ഓപ്പണായിട്ട് അനുവിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം അനീഷ് എന്ന് പറയുന്ന വ്യക്തി അനുമോളോട് മിണ്ടാനോ സംസാരിക്കാനോ അനുവിൻ്റെ പുറകെ പോകാനോ നിന്നിട്ടില്ല. അനു ആണ് ഈ പറയുന്നത്. ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് ഹൗസിലുള്ള ഒരു വ്യക്തിയോട് പോലും അനീഷ് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇവൻ ലാലേട്ടൻ പറഞ്ഞപ്പോഴും വളരെ ക്ലിയർ കട്ടായിട്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ പല ഇമോഷൻസും.
അതവിടെ കഴിഞ്ഞു എന്ന രീതിയിലാണ് അനീഷ് പറഞ്ഞത്. പിന്നെ എവിടെയാണ് അനീഷ് ഇത് കാണിക്കുന്നത്? അനുവിന് തോന്നുകയാണ്, കുറേ കാര്യങ്ങൾ അനു തോന്നി ഇങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുക. ഇവൻ ഈ ഒരു സാധനം പറയുന്ന സമയത്താണെങ്കിൽ ആദിലാണെങ്കിൽ നൂറയാണെങ്കിൽ എവിടെ എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. കാരണം അവർക്ക് പോലും ഫീൽ ചെയ്തിട്ടില്ല. എന്തിനാണ് അനു ഇതൊരു കണ്ടന്റ് ആക്കി എടുക്കുന്നത്? ടോപ്പ് 5 ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, 100% കിട്ടിക്കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ കണ്ടന്റിന് പിടിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഇതൊക്കെ കാണിക്കുന്നതുകൊണ്ട് എന്താ കിട്ടുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെ എന്തേലും ഒരു സൈഡ് വേണം. പുള്ളി തെറ്റി നടക്കുക, പുള്ളി വാശി കാണിച്ച് കിടക്കുക. പുള്ളി തെറ്റാനും ഇല്ല, മിണ്ടാനും ഇല്ല, ഒന്നിനുമില്ല. പുള്ളീൻ്റെ വഴിക്ക് പുള്ളീൻ്റെ കാര്യം നോക്കി പോകും. അയാളെ വീണ്ടും ചൊറിഞ്ഞുകൊണ്ടിരിക്കും. നോക്കി ചിരിക്കുന്നു. അപ്പൊ നീ ചേട്ടൻ രീതിക്ക് പറഞ്ഞാൽ മതി, മനസ്സിലായോ? കൂടുതൽ അടുക്കാണ്ട് ഇങ്ങനെ പോവാം. അങ്ങനെ നിന്നാ മതി, ഒരു കുഴപ്പമില്ല. അനുമോൾ എടുക്കണമെന്ന് വിചാരിച്ചാലും പുള്ളി എടുക്കാൻ വരുന്നില്ല. കാരണം റിജക്റ്റ് ചെയ്തു. സോ ആ ടോപ്പിക് അവിടെ തീർന്നു. വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് നിൽക്കണ്ട. വളരെ വ്യക്തമായിട്ട് ഷാനവാസ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. ഇത്ര സീരിയസ് ആയിരുന്നു അനീഷേട്ടൻ? ചേട്ടൻ സീരിയസ് പ്രണയമായിരുന്നു. അല്ല, അപ്രോച്ച് ചെയ്തു, അവന് ഇഷ്ടപ്പെട്ടു, അപ്രോച്ച് ചെയ്തു എന്നല്ലാതെ മുഖത്ത് സീരിയസ് തമാശല്ല, ഭയങ്കര ശരിക്കും. അല്ല, ഇനി അത് പിടിച്ച് നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, അത് നടക്കൂല അനീഷേട്ടൻ, അങ്ങനെ നടക്കില്ല. ആ ഇഷ്ടം പറഞ്ഞു. ആർക്കായാലും ഒന്നിച്ചൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരുമ്പോ അങ്ങനെ തോന്നൽ വന്നു കഴിഞ്ഞാൽ ഓപ്പണായിട്ട് ചോദിക്കുന്നില്ല. ഉറ്റ സുഹൃത്തുക്കളാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അനീഷേട്ടന് ഇത് പിടിച്ച് നടക്കും തോന്നുന്നില്ല എന്ന്. അക്ബർ എന്ന് പറയുന്ന വ്യക്തിനെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഷാനവാസിന് അനീഷിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിലും അക്ബറിന് വലിയ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. അക്ബറിന് വേണമെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യാം, ഈ അനീഷിനെ ഇപ്പോഴും ഉണ്ട്, അനുണ്ട് എന്ന രീതിയിൽ ഒരു സ്റ്റോറി ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടിട്ട് ഒരു കണ്ടന്റ് കൊടുക്കുക. ഈ അക്ബർ വരെ പറയാം അനീഷേട്ടൻ ഇനി ഇത് പിടിക്കാനൊന്നും പോകുന്നില്ല, പുള്ളിക്ക് ഉണ്ടായിരുന്നു, പുള്ളി പറഞ്ഞു. അപ്പോഴാണ് ഒന്നുമില്ലാണ്ട് അനു അവിടെ കിടന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി അനു പുള്ളിയുടെ ഇമോഷൻ വെച്ച് കളിച്ചിട്ടുണ്ടെന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും ഇത് പറയുമ്പോൾ ഓഫ്കോഴ്സ് അനുവിനോടുള്ള ഹേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അനു ഇതിൽ ശരിക്കും പറഞ്ഞാൽ കുടുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അനു ഫസ്റ്റ് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ ഇഷ്ടമല്ല എന്ന്. പിന്നെ ഇപ്പം എന്ത് കുടുങ്ങാനാ? അനുവിൻ്റെ കുഴി സ്വയം തോണ്ടിക്കൊണ്ടിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും വിട്ടു, എല്ലാവരും മറന്നു, എല്ലാവരും ടോപ്പിക് കഴിഞ്ഞു. ഞാൻ റീസെൻ്റ്ലി കണ്ട ഒരു ഷോർട്സ്, ഞാനത് യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടതാ, വീണ്ടും കട്ട് ചെയ്ത് വെക്കുന്നില്ല. അതിൽ ബിന്നി പറയുന്നുണ്ട്, ബിന്നി അല്ല, RJ ബിൻസി പറയുന്നുണ്ട് നെവിൻ ബിൻസിനെ പ്രപ്പോസ് ചെയ്തിരുന്നു എന്ന്. ആരെങ്കിലും അറിഞ്ഞോ? സീരിയസ്ലി, ഞാൻ ഈ ഒരു ഷോർട്സ് കണ്ട സമയത്താണ് ഞാൻ അറിയുന്നത്. ആളൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് എന്നെ പ്രപ്പോസ് ചെയ്തിരുന്നു എന്ന്. ബിൻസി ഏലിയോ കേട്ടു, ഏലിയോ ആക്കി ബിൻസി അത് വിട്ടു. ബിൻസി അതൊരു ടോപ്പിക്കിലോട്ടോ ഒരു ഡിസ്കഷനിലോട്ടോ ബിൻസി കൊണ്ടുപോയില്ല. അതുകൊണ്ട് തന്നെ ബിൻസി പറയുമ്പോഴാണ് അറിയുന്നത്. അനുവിൻ്റെ ഈ ഒരു സാധനം അവിടെ കോൺവെർസേഷൻ കട്ടായിരുന്നെങ്കിൽ ആ ടോപ്പിക്ക് തീർന്നു. ഇനി അനുവിന് അത്ര ഒരു ആശ്വാസം വേണമെങ്കിൽ ആ നൂറേനെയും അതിലേനെയും വിളിച്ച് പറഞ്ഞാൽ ആ വിഷയം അവിടെ തീർക്കായിരുന്നു. ഇത് എല്ലാവരുടെ അടുത്തും പറഞ്ഞ് അവിടെ കിടന്ന് കുറേ ചേഷ്ടകൾ കളിച്ച് അത് ലാലേട്ടൻ വന്ന് ഡിസ്കസ് ചെയ്ത് അങ്ങനെയത് പലതും അറിയുന്നത്. അത് മനസ്സിലാക്കുക. അനു അത് മാക്സിമം ലാലേട്ടന്റെ എപ്പിസോഡിൽ ചർച്ചയാകാൻ വേണ്ടി പ്രയത്നിക്കണ പോലെ, ആഗ്രഹിച്ച പോലെ എനിക്ക് തോന്നി. ആകാൻ വേണ്ടിട്ടോ? ഇന്നലെയൊക്കെ ഇന്നലെയാണ് അവർ പറഞ്ഞത്. എന്നോട് ഇന്നലെ പറഞ്ഞു. ഇത് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് ഞാനും പറഞ്ഞിട്ടുള്ളത്. ഇവൻ അതിലുള്ളിലെ കണ്ടസ്റ്റന്റ് വരെ വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് പറയുന്നുണ്ട്. ലാലേട്ടന് മുമ്പിൽ ഇതൊരു ഡിസ്കഷൻ ആവാനും ഇതൊരു ചർച്ചയാവാനും വേണ്ടിയിട്ട് അനു കളിച്ചത്, അതേ അനു കളിച്ചതാണ്. കുറച്ച് കോമൺ സെൻസോടുകൂടി ഈ ഒരു ഷോ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ കാണുന്ന ഒരു വ്യക്തിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് മനസ്സിലാവും. നിങ്ങൾ അനുമോൾ ഫാൻസ് ഇനി എന്നെ വന്ന് ചീത്ത പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുള്ളൊരു സാധനമല്ല. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്ക്, എന്നോ ഈ ടോപ്പിക്ക് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇതിനെ ചർച്ച ചെയ്യുന്ന അനീഷാണോ അനുവാണോ? ഓക്കെ, സോ അത്രേ പറയാനുള്ളൂ. ഇവിടെ ഡിസ്കഷൻ നടന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്കിൽ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടിയ കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് അനുമോളാണ്. അപ്പം അനുമോളിന് ചില ക്വാളിറ്റീസ് വെച്ചിട്ട് ഏത് റാങ്കിങ് കൊടുക്കും എന്നുള്ളത് നമുക്ക് ഓരോന്നും ഇതൊന്ന് ജസ്റ്റ് നോക്കാം. അനുമോള് നല്ലൊരു ഗെയിമറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു 100% കൊടുക്കുക. അവളുടെ എല്ലാ സ്ട്രാറ്റജിയാണ് ഇവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കരച്ചില്, ക്യൂട്ട്നെസ്, അവസാനം വന്ന പ്രണയ അഭ്യർത്ഥനയിൽ പോലും അവളൊരു ഗെയിം കണ്ടെത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഷാനവാസ് ശരിക്കും പറഞ്ഞാൽ ചില നേരത്തെ വർത്താനവും ബിഹേവിയറൊക്കെ കാണുമ്പോൾ എനിക്കൊരു വലിയ താല്പര്യക്കുറവുണ്ടായിരുന്നെങ്കിലും ഈ ഒരു സാധനത്തിൽ ഷാനവാസ് പൊളിച്ചുണ്ട്. അനുമോൾ എന്ന് പറയുന്ന വ്യക്തി അതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി ഗെയിം കളിക്കുകയാണ്. ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് ഓവർ ക്യൂട്ട്നെസ്, ഒരു ട്രൈ ഓഫ് ഫ്രണ്ട്ഷിപ്പ്, ഒരു ലവ് ട്രാക്ക് ഇൻ ദ സെൻസ് ആ ഒരു
ആ ഒരു ടോപ്പിക് അവിടെ ഡിസ്കഷൻ ആക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ കരച്ചിൽ റാണികൾ, ക്യാമറ സൈഡ്, മൂലയ്ക്ക് പോയി കടത്തം, ഈ സാധനങ്ങളൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമാണ്. പിന്നെ കണ്ടന്റ് ഇടൽ ഈസ് എ പാർട്ട് ഓഫ് ഗെയിം. അതാ പറഞ്ഞ 100% ഒരു ഗെയിമർ എന്ന് പറയുന്ന പെർസ്പെക്റ്റീവിൽ എന്തും കാണിച്ചു കൂട്ടുന്ന ഒരു വ്യക്തിയാണ് ആര്? അനു. എന്റർടൈൻ ചെയ്യിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ലാലേട്ടാ. ഒരു 20% ഒക്കെ കൊടുക്കാം. സഹാനുഭൂതി എന്ന് പറഞ്ഞ സാധനം സെയിം ഒപ്പീനിയൻ എനിക്കുള്ള. ഓഫ് കോഴ്സ് അനു ഒരു എൻ്റർടൈനർ അല്ല. ഇപ്പം നിങ്ങൾ ആലോചിക്കും വൈ എന്ന് ചോദിച്ചാൽ, അനു എന്ന് പറയുന്ന വ്യക്തിനെ ഫ്ലവേഴ്സിലെ പ്രോഗ്രാമിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എൻ്റർടൈൻ ചെയ്യുന്ന ഒരാളാണ് അനു എന്നുള്ളത്. ഈവൻ ഇനാഗ്രേഷന് പോകുന്ന സമയത്ത് ക്യാമറാമാൻമാരോട് മീൻസ് ഓൺലൈൻ മീഡിയക്കാരോടുള്ള റെസ്പോൺസ്. ആ അനു ബിഗ് ബോസിൽ വന്നപ്പോഴേക്ക് കുടുംബ പ്രേക്ഷകരുടെ കുലസ്ത്രീ എന്ന രീതിയിൽ അഭിനയിച്ചുകൊണ്ട് അവരെ സാറ്റിസ്ഫൈ ചെയ്ത് അവരെ സ്നേഹിപ്പിച്ചുകൊണ്ട് അവരാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പുറകെ നടക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അവിടെ ഒരു അമ്മത്വം അങ്ങ് വന്നു. അനു എന്ന് പറയുന്ന ഒരു സാധനം അനു അല്ലാണ്ടായി മാറി. ഒരു അമ്മ വന്നു അവിടെ, അനു അമ്മ വന്നു. അതവിടെ നടന്നിട്ടില്ല. ഒട്ടുമില്ല. ഒരു ഭക്ഷണത്തിൽ ഒരു തരി ഭക്ഷണം കൊടുക്കുന്നതിൽ പോലും ഒരു സഹാനുഭൂതി കാണിക്കാത്ത ആളാണ്. സഹാനുഭൂതി ഒട്ടുമില്ല എന്നൊരഭിപ്രായമല്ല. എനിക്ക് റിയലൈസ് ചെയ്തിട്ടുള്ള കാര്യം, അനുവിൻ്റെ തെറ്റ് അഡ്മിറ്റ് ചെയ്യാൻ ഒരിക്കലും റെഡി ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. ആൻഡ് അനുവിന് ഒരു ഇമോഷണൽ കണക്ഷൻ തോന്നുന്ന വ്യക്തികളോട് മാത്രമേ ഈ ഒരു തരത്തിലുള്ള ഇമോഷൻസ് ഉള്ളൂ. അതും കുറച്ച് ടൈം എടുക്കും. അല്ലാണ്ട് ഒരു സോറി പറയാനോ അവരെ ഹോൾഡ് ചെയ്യാനോ അല്ല അവരെ ലൈക്ക് ഓപ്പോസിറ്റിൽ ഒരാളുടെ ഇമോഷൻ മനസ്സിലാക്കാനൊന്നും പറ്റിയതായിട്ട് എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. നോട്ട് അത് മേ ബി ആസ് എ പാർട്ട് ഓഫ് ഗെയിമർ എന്ന നിലയിൽ സ്ട്രോങ് ആയി നിന്നതാണോ എന്നുള്ളതും അറിയില്ല. വിശ്വസ്തത അതും വേണ്ട. ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളതില്ല. അതെ, കാരണം അവൾക്ക് വേണ്ടി എനിക്കൊരു പേര് വരെ കിട്ടിയിരുന്നു, ഷാനവാസിന്റെ പെങ്ങള്. പക്ഷെ ആ കൊടുക്കുന്ന സ്നേഹമോ ആ ഒരു വിശ്വാസമോ തിരിച്ച് ഇന്ന് വരെ സത്യമാണ്. എനിക്ക് ഈ വിശ്വസ്തത എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു പ്രപ്പോസലിൻ്റെ കേസ് മാത്രമാണ്. 2 പേരിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു സാധനം ബിഗ് ബോസ് ഹൗസ് ഫുള്ളും ലാലേട്ടൻ്റെ ചെവിയിൽ വരെ എത്തിക്കുന്ന രീതിയിൽ അനുമോൾ അങ്ങ് അത് കൊണ്ടുപോയിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് തിങ്, അനുമോൾ എന്ന് പറയുന്ന ഒരാൾ കൂടെ നിൽക്കുന്ന സമയം കൂടെ നിൽക്കുന്ന ആൾക്കാരെ വാല്യൂ ചെയ്യുന്ന ആളെ വാല്യൂ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു സംശയമാണ്. ചില നേരം നമുക്ക് തോന്നും അവരെ ഭയങ്കര ഇഷ്ടമാണ്, ചില നേരം നമുക്ക് തോന്നും അവരിഷ്ടമല്ല. എന്ന് വെച്ചാൽ ഈ അനുവിൻ്റെ പല ഇമോഷൻസും ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ട്രൂ ഇമോഷൻസ് അനുവിൻ്റെ സൈഡിൽ ഫീൽ ചെയ്തിട്ടില്ല. ഈവൻ ഈ ഒരു സാധനം റെസ്പോണ്ട് ചെയ്യുമ്പം കാണുന്ന ആൾക്കാരൊക്കെ ഒരേ സ്വരത്തിൽ ഒരേ കയ്യിൽ പറയാണ് ദാറ്റ്സ് റൈറ്റ്, ദാറ്റ്സ് ഫാക്ട്. സത്യസന്ധത അത് താഴത്തേക്ക് ഞാനവിടെ സത്യസന്ധത സാധനം തൊട്ടുണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാം അവളുടെ ഒരു ഗെയിമായിട്ടാണ്, ഈ 100% ഗെയിമായിട്ടാണ് ഞാൻ ഇതിനെല്ലാം കാണുന്നത്. ഓക്കെ, ഫൈനലി ബിഗ് ബോസ് അവസാനിക്കാൻ പോവാണ്. ഇനിയൊരു 7 ഡേയ്സും കൂടിയേ ഉള്ളൂ. നെക്സ്റ്റ് സൺഡേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് ഫിനാലെയാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇനി ബിഗ് ബോസിൽ പോകാൻ പോകുന്ന ആൾക്കാരോടും അല്ലെങ്കിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരോടും എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ആഫ്റ്റർ ബിഗ് ബോസ് നിങ്ങൾക്കൊരു ലൈഫുണ്ട്. അനു എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്ന ആളെക്കുറിച്ച് എനിക്ക് മനസ്സിലായത് അത്രത്തോളം ആരാധകരുള്ള, അത്രത്തോളം സ്നേഹിക്കുന്ന, അത്രത്തോളം ക്യൂട്ടായിട്ടുള്ള, ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി എന്ന ലേബലിലാണ് ബിഗ് ബോസിൽ കയറിയതെങ്കിൽ ഇന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത് വിശ്വാസമില്ലാത്ത, സഹാനുഭൂതി ഇല്ലാത്ത, സത്യസന്ധത ഇല്ലാത്ത പല സാധനങ്ങളായിട്ടാണ്. അപ്പം നിങ്ങൾക്കൊക്കെ ആവശ്യത്തിനുള്ള ഫെയിമും ഉണ്ട്, മണിയും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതൊന്ന് കൂട്ടാൻ വേണ്ടിയായിട്ടാണ് പോകുന്നതെങ്കിൽ നാറിയിട്ടാണ് തിരിച്ചിറങ്ങി വരുന്നത് എന്നൊരു തോട്ട് ഉണ്ടാവണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ബിഗ് ബോസ് പോലെയുള്ളൊരു ഗെയിമിലോട്ട് പോകുന്ന സമയത്ത് അത്രത്തോളം മെൻ്റലി സ്ട്രോങ് ആയിരിക്കണം, എങ്ങനെ ഗെയിം കളിക്കണം എന്നൊരു ബുദ്ധിയും ബോധവും ഉണ്ടാവണം. അല്ലാണ്ട് മേക്കപ്പ് സാധനങ്ങളും ഡ്രസ്സും വാങ്ങി പുറത്തു അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ പേരായിട്ട് തിരിച്ചിറങ്ങേണ്ടി വരും. സോ അത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.